നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കോൺമെബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഈ മാസം അർജന്റീന 2 മത്സരങ്ങൾ കളിക്കുന്നത് രണ്ടും വമ്പന്മാരോടാണ്. ഒന്ന് ഉറുഗ്വായ്ക്കെതിരെ, മറ്റൊന്ന് ബ്രസീലിനെതിരെ. ലിയോ മെസ്സി ആണെങ്കിൽ കൂടെ ഇല്ല. കാലിടറിയാൽ അർജന്റീനയ്ക്ക് പണി കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അർജന്റീനയ്ക്ക് ഒന്നും ഒരു പണിയാവാൻ സാധ്യതയില്ല. കാരണം 2026 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫിക്കേഷൻ ഏതാണ്ട് അർജന്റീന ഉറപ്പിച്ച മട്ടാണ്. പൂർണ്ണമായും അത് ഉറപ്പിക്കാൻ ഇനി അർജന്റീനയ്ക്ക് എന്തു വേണം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ അടുത്ത വേൾഡ് കപ്പിൽ കഴിഞ്ഞ വേൾഡ് കപ്പ് വരെയുള്ള പോലെ 32 ടീമുകളല്ല, മറിച്ച് 48 ടീമുകളാണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ കോൺമെബോളിൽ നിന്ന് 4 ടീമുകൾക്ക് നേരിട്ട് യോഗ്യതയും ഒരു ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരവും എന്നത് മാറിയിട്ട് 6 ടീമുകൾക്ക് നേരിട്ട് യോഗ്യതയും ഒരു ടീമിന് ഇന്റർ കോണ്ടിനെന്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള അവസരവും എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആറാം സ്ഥാനം കിട്ടിയാലും ഈവൻ 7ാം സ്ഥാനം കിട്ടിയാൽ പോലും ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. ആകെ 10 ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കോൺമെബോളിൽ ഉള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പം എന്തായാലും ഒട്ടുമിക്ക ടീമുകളും ക്വാളിഫൈ ചെയ്യുമെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്ക് ആശങ്കകൾക്ക് വഴിയില്ല എന്ന് തന്നെയാണ് സാരം. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അർജന്റീന ഇപ്പോൾ എവിടെ നിൽക്കുന്നു. 12 കളികളിൽ നിന്ന് 25 പോയിന്റോടെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന 1ാം സ്ഥാനത്താണെങ്കിൽ 12 കളികളിൽ നിന്ന് 20 പോയിന്റാണ് ഉറുഗ്വായ്ക്കുള്ളത്. 12 കളികളിൽ നിന്ന് 19 പോയിന്റ് ഇക്വഡോറിന്, അത്ര തന്നെ പോയിന്റ് കൊളംബിയക്ക്. ഇക്വഡോർ 3ഉം കൊളംബിയ 4ഉം. ബ്രസീൽ 5ാം സ്ഥാനത്ത് 12 കളി 18 പോയിന്റ്. പരാഗ്വയ് 6ാം സ്ഥാനത്ത് 12 കളി 17 പോയിന്റ്. 6 സ്ഥാനക്കാർ വരെ നേരിട്ട് കയറുമെന്ന് പറയുമ്പോൾ അർജന്റീന ഇനി 6ലും താഴേക്കുള്ള സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ കുറഞ്ഞ റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. 6 റൗണ്ട് മത്സരങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. അതിൽ 2 റൗണ്ട് മത്സരങ്ങൾ ഇതാ ഈ മാസം നടക്കാനിരിക്കുന്നു. അർജന്റീനയുടെ ആദ്യ കളി വരുന്നത് ഉറുഗ്വായ്ക്കെതിരെ. അതിനുശേഷം മാർച്ച് 26 പുലർച്ചെ അർജന്റീന ബ്രസീലുമായിട്ടും കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കളികളിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 6ാം സ്ഥാനത്ത് എത്തിയ ടീമുകൾ എത്ര പോയിന്റുകൾ നേടിയിരുന്നു എന്നുള്ളതൊന്ന് പരിശോധിച്ചാൽ അർജന്റീനയുടെ ഇത്തവണത്തെ പോക്കിൻ്റെ ഗതി നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇത് വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതിലിപ്പം ഈ രൂപത്തിലേക്ക് ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മാറിയത് 1998 മുതലാണ്. 98 പക്ഷേ ബ്രസീലിന് ക്വാളിഫിക്കേഷൻ കളിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ നിലവിലെ ചാമ്പ്യന്മാർ എന്ന രൂപത്തിൽ നേരിട്ട് ക്വാളിഫൈ ചെയ്യുകയായിരുന്നു. ആ പരിപാടി പിന്നീട് നിർത്തി. ഇപ്പോൾ ചാമ്പ്യന്മാരും ക്വാളിഫിക്കേഷൻ കളിക്കണം. മാത്രമല്ല 2014 ബ്രസീൽ നേരിട്ട് ക്വാളിഫൈ ചെയ്യുകയായിരുന്നു. അവർ ഹോസ്റ്റുമാരായിരുന്നു. അപ്പോൾ ആ 2 വർഷത്തെ കണക്കുകൾ ഒഴികെ ബാക്കിയുള്ള കണക്കുകളാണ് ഇവിടെ TYC സ്പോർട്സ് പരിശോധിക്കുന്നത്. 2002 കൊളംബിയ ആയിരുന്നു 6ാം സ്ഥാനത്ത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ എത്തിയത്. അന്ന് അവർക്ക് 27 പോയിന്റ് ആയിരുന്നു. 2006 വീണ്ടും കൊളംബിയ തന്നെയാണ് 6ാം സ്ഥാനത്ത് എത്തിയത്. അന്ന് അവർക്ക് പോയിന്റ് 24 ആയിരുന്നു. 2010 ഇക്വഡോറാണ് 6ാമത് എത്തിയത്. അന്ന് അവർക്ക് പോയിന്റ് 23 ആയിരുന്നു. 2018 ചിലിയാണ് 6ാം സ്ഥാനത്ത് എത്തിയത്. അന്ന് അവർക്ക് പോയിന്റ് 26 ആയിരുന്നു. 2022 കൊളംബിയയാണ് 6ാം സ്ഥാനത്ത് എത്തിയത്. അന്ന് അവർക്ക് പോയിന്റ് 23 ആയിരുന്നു. അപ്പോൾ ഇതിൽ മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 27 പോയിന്റാണ്. എന്ന് പറയുമ്പോൾ നിലവിൽ 25 പോയിന്റിലാണ് അർജന്റീനയുള്ളത്. കഴിഞ്ഞ കാലത്തെ കണക്കുകളെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് മുന്നോട്ട് പോകാൻ ഇനി 2-3 പോയിന്റുകൾ കിട്ടിയാൽ പോലും അവർക്ക് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കാൻ കഴിയുമെന്നർത്ഥം. അതായത് വരുന്ന മത്സരങ്ങൾ ഇനിയിപ്പോൾ ഉറുഗ്വായ്ക്കെതിരെയും ബ്രസീലിനെതിരെയും അവർ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തു എന്ന് തന്നെ വെക്കുക. എന്നാലും പിന്നീട് വരുന്ന 4 മത്സരങ്ങളെല്ലാം അർജന്റീന തോൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒറ്റ വിജയം മതിയാവും അർജന്റീനയ്ക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.